ഹലോ എവ്രിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു കൊഞ്ച് റോസ്റ്റ് ഉണ്ടാക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ കൊഞ്ച് നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട്. 1/2 കിലോ കൊഞ്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കൊഞ്ച് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് മസാല പുരട്ടണം. സവാള ഇതിനകത്തിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. രണ്ട് ചെറിയ തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട്. അതും ഇതിലിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയും ഐറ്റംസ് മതി. 1/2 കിലോ കൊഞ്ച്, പിന്നെ 2 സവാള എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക്, 2 തക്കാളി, കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ വീണ്ടും ഒരു 1/4 ടീസ്പൂൺ നമുക്ക് പെരിഞ്ജീരക പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന്. ഇതിലേക്ക് കുറച്ച് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കുകയാണ്. മസാല പുരട്ടിയിട്ട് ഒരു 15 മിനിറ്റ് വെച്ചാൽ മതി. ഇനി ഇതിൽ ഞാൻ കുറച്ച് കശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് നിറം വരും. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുള്ളൂ. ഇതിങ്ങനെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി, ഒത്തിരി വേഗണ്ട. ഇനി അതേ എണ്ണയിൽ തന്നെ നമുക്ക് ഈ സവാള ഇട്ട് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഓൾറെഡി നമ്മൾ കൊഞ്ചിൽ നേരത്തെ തന്നെ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഇനി ശകലം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. 3 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. തക്കാളിയാണ്. ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കാം. വേകാറാകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് കുറച്ച് പട്ട, ഗ്രാമ്പ്, ഏലക്ക ഇത് ചേർത്ത് കൊടുക്കാം. ഗരം മസാല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. അതിൻ്റെ ഗരം മസാല ഇല്ല, അതുകൊണ്ടാണ് ഞാൻ പട്ട, ഗ്രാമ്പ്, ഏലക്ക ചേർത്ത് കൊടുത്തത്. ഒരു 1/4 ടീസ്പൂണിൽ കുറച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണ് ചേർത്തത്. കാരണം ഓൾറെഡി നമ്മൾ ആ കൊഞ്ചിൽ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. മുളക് പൊടി ഒരു 1/4 ടീസ്പൂണാണ് ഞാൻ ചേർത്തത്. ഇനി ഞാൻ ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി 1 ടീസ്പൂൺ. ജീരകപ്പൊടി ഒരു 1/2 ടീസ്പൂൺ. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്നുകൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക.
ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ചിട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കശ്മീരി ചില്ലി പൗഡർ കുറച്ചുകൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. 1/2 കിലോ കൊഞ്ചാണിത്. അപ്പോൾ അതനുസരിച്ചുള്ള മസാലയാണ് ഞാൻ ചേർക്കുന്നത്. ഇത് നല്ലപോലെ ഒന്നുകൂടെ വീണ്ടും നമുക്കിത് വേവിച്ചെടുക്കാം. കുറച്ചുകൂടി ചേരും, കുറഞ്ഞോടെ തോന്നി. നമുക്ക് ഒന്നുകൂടി അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. പിന്നെ അത് ഒരു കാര്യം കൂടി ചേർക്കണം, കറിവേപ്പില. വലിയ കുറച്ച് കറിവേപ്പില ഉള്ളൂ, അപ്പോൾ അതാണ് ചേർത്തത്. അപ്പോൾ നമ്മുടെ കൊഞ്ച് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഗായ്സ്. വാവ്, എനിക്കിതിൽ കൂടുതൽ വേവിക്കണ്ട. അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാണ്. ഇനി ഇത് ഞാൻ ചൂടോടെ തന്നെ വേറൊരു പാത്രത്തിലോട്ട് ഒക്കെയാണ്. അപ്പോൾ നമ്മുടെ കൊഞ്ച് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്, എന്നാൽ വളരെ ഈസിയും കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, എന്നാലേ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.